ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് കുക്ക് ബോയ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഹാർഡ് കോർ സീരീസ് എപ്പിസോഡ് 2 ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്നും നമുക്ക് കുറച്ച് പരിപാടികൾ ഇന്നും ഉണ്ട്. സോ ലെറ്റ്സ് പ്ലാൻ ഇറ്റ്. ഓക്കെ, സോ ഇന്നത്തെ പരിപാടികൾ എന്ന് പറയുമ്പോൾ ടാസ്കുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ടാസ്കുകൾ വെച്ചിട്ടാണല്ലോ നമ്മൾ എല്ലാ എപ്പിസോഡും ഇനി ഓടിക്കാൻ പോകണം. സോ ടാസ്ക് നമ്പർ 1 എന്ന് പറയുമ്പോൾ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം എന്നാണ്. ആൻഡ് ടാസ്ക് നമ്പർ 2 ഫുഡ് സോഴ്സ് ആണ്. ആൻഡ് ടാസ്ക് നമ്പർ 3 മൈനിങ് ഏരിയ എക്സ്പ്ലോറിംഗ് ആണ്. ടാസ്ക് നമ്പർ 4 എല്ലാ എപ്പിസോഡിലുള്ള പോലെ സർവൈവ് ആണ്. ഓക്കെ, ബട്ട് ഇതിൽ കുറച്ച് സംഭവങ്ങൾ നടന്നത് ഞാൻ ഈ മൂന്ന് ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്തു. ബൈ ദ വേ, ഞാൻ വില്ലേജ് പറഞ്ഞാൽ കണ്ടുപിടിച്ചു. ആൻഡ് ഒരു ഫുഡ് സോഴ്സ് ഞാൻ സെറ്റാക്കി. മൈനിങ് ഏരിയ ഒന്ന് ചെറുതായിട്ട് കണ്ടു. ഇനി അത് ഞാൻ ബാക്കി കാണിച്ചു തരാം. സോ ഇനി ഗൈസ് ഞാൻ നിങ്ങൾക്ക് വില്ലേജ് ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. വേറെ വഴിയില്ല ഗൈസ്. ആ ക്ലിപ്പ് ഞാൻ ഇതാക്കിയതാണ്. ബട്ട് എന്തോ ചെറിയ ഇഷ്യൂ വന്നിട്ട് അത് ചില ഭാഗങ്ങൾ അത് വരുന്നില്ല. ലൈക്ക് വില്ലേജ് കാണിക്കുന്നില്ല. എന്തൊക്കെ കുറെ പ്രശ്നങ്ങൾ റെക്കോർഡ് ചെയ്തതിന്റെ പ്രശ്നം പറ്റി. സോ ഇതിപ്പോ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത്. സോ നമ്മുടെ ഫുഡ് സോഴ്സ് തന്നെ വീടിന്റെ സൈഡിലായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ടാസ്ക് നമ്പർ 2 ആണ് അത് ഞാൻ പതി കാണിച്ചു തരാം. ഓക്കെ, സോ ഇനി നമുക്ക് നേരെ വില്ലേജ് ഉള്ള ഏരിയ പോവാം. വില്ലേജ് അങ്ങോട്ടാണ് വില്ലേജ് ആയിട്ടുള്ളത്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, സോ അതിൻ്റെ അടുക്ക് വേറെന്തോ ലൈക്ക് ടാസ്ക് നമ്പർ ഇന്ന് 4 ടാസ്കുകളാണ് ഇന്നുള്ളത്. സോ 4 ടാസ്കും 3 ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ടാസ്ക് നമ്പർ 4 ഈ വീഡിയോ ലാസ്റ്റ് വരെ ഉണ്ടാവും. ഓക്കെ, സോ സർവൈവ് ചെയ്താൽ മതിയായിരുന്നു. ആൻഡ് സക്സസ്ഫുള്ളി വി റീച്ച് 20 days. ഓക്കെ, 20 ദിവസം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല ഗൈസ്. ഓക്കെ, ഇനി ബാക്കി എന്താവുമെന്ന് അറിയില്ല. ഓക്കെ, സോ ഇനി നമുക്ക് ആ വഴി ഈ മലയുടെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ വില്ലേജ്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് ഒരു ബ്രീഡർ സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി വെക്കണം. ഞാൻ വിചാരിക്കുന്നത് നമുക്കൊരു ഫാക്ടറി ഐലൻഡ് പോലെ എന്തെങ്കിലും സെറ്റ് ആക്കണം. അപ്പോൾ അത് ഞാൻ അതിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ വലിയ ചെറിയ ഐലൻഡ്സ് ഒന്നും കാണുന്നില്ല. സോ നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് ഒരു ഫാക്ടറി പോലെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ ഭയങ്കര ദൂരം ആകാൻ പാടില്ല. നമുക്ക് കുറച്ച് അടുത്തായിട്ട് തന്നെ വേണം. സോ ഇതിനാ ഗൈസ്, അതാണ് നമ്മുടെ വില്ലേജ്. ഈ വലിയ മല, ഇത് ഒരു വലിയ മല ഉണ്ടാവും. അതിന്റെ സൈഡിലായിട്ടാണ് സ്നോ എന്തോ ഉണ്ട് അതിൽ. ആൻഡ് ഇതാണ് നമ്മുടെ വില്ലേജ്. ഇവിടുന്ന് ഞാൻ കുറെ ഹേബേല എടുത്തുകൊണ്ടൊക്കെ പോയായിരുന്നു ഫുഡിന് വേണ്ടിയിട്ട്, ബ്രെഡ് ആക്കാനായിട്ടും പിന്നെ കൗവിനെയൊക്കെ കൊണ്ടുവരാനായിട്ട്. നമുക്ക് മറ്റേ വീറ്റ് വേണോ. സോ നമ്മള് ഹേബേല് ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച വില്ലേജ്. ഓക്കെ, എല്ലാ സാധനങ്ങൾ വലുതായിട്ടൊന്നും ഉണ്ടായില്ല വില്ലേജിന്. ഞാൻ സാധനങ്ങൾ ഉള്ളതൊക്കെ എടുത്ത ആപ്പിളും അതൊക്കെ ആയിരുന്നു. ബ്ലാക്ക് സ്മിത്ത് ഒന്നും ഇല്ല. സോ അത്രയും വലിയ റിച്ച് വില്ലേജ് ഒന്നും അല്ല. ഓക്കെ, സോ ഇനി നമുക്ക് ബ്രെഡ് ഫുഡ് എന്തിനായിട്ട് ഹങ്കർ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിന് അവിടെ ആയിട്ട് സ്പ്രൂസിന്റെ ട്രീ കാണും. അപ്പോൾ നമുക്ക് സ്പ്രൂസ് ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് സ്പ്രൂസ് വേണ്ടി വരും. സോ നമുക്കത് പോയിട്ട് സ്പ്രൂസ് അങ്ങ് എടുത്തേക്കാം. ഇത് സ്പ്രൂസ് ബയോം അല്ല, സ്പ്രൂസ് മറ്റേ സ്നോ ഐലൻഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഇതുള്ളത് കൊണ്ട്. ഓക്കെ, ആൻഡ് ഓക്കെ ഡ്രോപ്പ്. ഓക്കെ, സെറ്റായി. നമുക്കിനി ഈ ട്രീ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ട്രീ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സ്പ്രൂസിന്റെ ലോഗൊക്കെ നമ്മൾ അങ്ങ് എടുത്തിട്ടുണ്ട്. ആൻഡ് അവിടെ ആയിട്ട് നമ്മൾ ഐസ് സ്പൈക്ക് കാണുന്നുണ്ട്. ഐസ് സ്പൈക്കിന്റെ ബയോമാണെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. അതെ ഗൈസ്, ഐസ് സ്പൈയുടെ ബയോ അങ്ങനെ എന്തോ ഇല്ലേ ഇതിന് പറയാം. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഐസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് നേരെ ബേസിലേക്ക് പോകാൻ. ഇവിടെ വേറെ പരിപാടികളൊന്നുമില്ല. സോ നമുക്ക് നേരെ ബേസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വില്ലേജ് ബ്രീഡറൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് ഉണ്ടാക്കാം. ഇന്ന് നമുക്ക്
വേറെ സംഭവം ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇനി ഇവിടുന്ന് സോ ഇതാണ് വില്ലേജ്. ഞാൻ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കഴിച്ചു. ഓക്കെ, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഹേബിലുണ്ട്, അപ്പൊ നമുക്ക് ഹേബയിലും കൂടി അങ്ങനെ എടുത്തേക്കാം. സോ കുറച്ച് ഫുഡിൻ്റെ ഒക്കെ ആയിട്ട് ഉപയോഗപ്പെടും. ഓക്കെ, സോ നമുക്ക് ഹേബയിൽ അങ്ങ് എടുത്തിട്ട് നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് അങ്ങനെ പോവാം. വേറെ പരിപാടിയൊന്നും നമുക്ക് ഇന്ന് വില്ലേജിലില്ല. ഇന്നത്തെ എപ്പിസോഡിൽ വില്ലേജിൽ വലിയ പരിപാടികളൊന്നുമില്ല. സോ നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് വില്ലേജിൽ സെറ്റപ്പ് ആക്കാം. അപ്പൊ ഞാൻ നേരെ വീടെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് സ്പീഡ് അങ്ങോട്ടേക്കാം, സ്കിപ്പ് ആക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ നേരെ വീടെത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഫുഡ് സോഴ്സ്. സോ നമ്മൾ കുറച്ച് ഷീപ്പും കൗവിനൊക്കെയാണ് അവിടെ ഇട്ടേക്കുന്നത്. ഓക്കെ, സോ നമ്മൾ അയ്യൺ തരാം. ഞാൻ നേരത്തെ വീഡിയോയിൽ മൈനിങ് ഏരിയ എക്സ്പ്ലോർ ചെയ്തപ്പോൾ കിട്ടിയ അയ്യാണൊക്കെ നമ്മൾ സ്മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും നൈറ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ അങ്ങനെ ഒരു വിൻഡ് ഇവിടെ ഉള്ളത് കൊണ്ട് കറക്റ്റ് നമുക്ക് നൈറ്റ് ആവുന്നത് കാണും കഴിയും. ഓക്കെ, സോ ലെറ്റ്സ് കൂൾ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നൈറ്റ് ആവുന്നത് ഒരു ഓക്കെ നൈറ്റ് ആവുന്നുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ സെറ്റാണ്. അപ്പം നൈറ്റ് ആയിട്ടുണ്ട്. ആൻഡ് മറ്റേ വീഡിയോയുടെ റീപ്ലേ മോഡ് കിട്ടുമെന്ന് ഞാൻ നോക്കാം കഴിച്ചു. റീപ്ലേ മോഡ് കിട്ടുകയാണെങ്കിൽ നമുക്കത് സെറ്റാക്കാം. ആൻഡ് നമുക്ക് ഇനി നേരെ നമുക്ക് ടാസ്ക് നമ്പർ 1ഉം ടാസ്ക് നമ്പർ 2ഉം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ടാസ്ക് നമ്പർ 3 ആണുള്ളത്. അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയതായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് നേരെ അങ്ങോട്ടും ആ സൈഡിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. ആൻഡ് ഞാൻ ഈ ഏരിയയിലായിട്ടാണ് നമ്മുടെ ഒരു മൈനിങ് ഏരിയയിൽ നിന്ന് കിട്ടുന്ന സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കാനായിട്ട് ഇവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ മേ ബി ഒരു 2 വീഡിയോയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ടാസ്ക് നമ്മൾ കൊണ്ടുവരും. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ഞാനൊരു ബിൽഡ് മനസ്സിൽ ഇതാക്കിയിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞുതരാം, ആ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ വഴി കൂടെ അങ്ങനെ ഇറങ്ങാൻ കഴിച്ചു. ഓക്കെ, നമുക്ക് ഈ ലേക്ക് നമുക്ക് ഇത് ഫുള്ളേയും കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ നേരെ താഴത്തേക്ക് ആടി മതി. ഓക്കെ, ആൻഡ് നമ്മൾ ഇവിടെ ആയിട്ട് ലൈക്ക് അതവിടെ ആയിട്ടാണ് നമ്മൾ മൈനിങ് ഏരിയ മേളിൽ നിന്ന് താഴത്തേക്ക് വരാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തതാണ്. ആൻഡ് ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ എന്നുള്ളൊരു പ്ലാന്. നമുക്കിത് കുഴിച്ചിട്ട് താഴത്തേക്ക് പോകാനുള്ള സെറ്റപ്പ് നമുക്ക് ഇതാക്കാം. ആൻഡ് നേരത്തെ ഫുഡ് സോഴ്സ് ഉണ്ടാക്കിയ ഇത് ഞാൻ കാണിച്ചു തരാം ഗൈസ്, നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഓക്കെ, റീപ്ലേ മോഡ്. Vallavaji mutton golden carrot stelling in the fish curry can't grind roast yeah so you can't be only gotta do is chara barra guri no nata kaludi ko ilogan jittam Vallavaji mutton golden carrot stelling in the fish curry can't grind roast yeah so you can't be basically bro aga ninne kondu Vallavaji you can be a builder or a master in PvP speed runner or be a slow walker baby the only limit is your own creativity so just stop playing and you will see മുന്നോട്ട് പോകാനുള്ള Vallavaji just stop playing and you will see മുന്നോട്ട് പോകാനുള്ള പല like you Minecraft god ആകാനുണ്ടോ കുറുകു വഴി MC got it I need my buddy Sudhi anyway we got it ain't that easy work hard like a demon and grind it pala like find a niche be a master like Dalapati slow unnakamurvagam oru community find a niche master like Dalapati slow unnakamurvagam oru community pala all you gotta do is chara barra guri no nata kalludi ko ilogan jittam Vallavaji mutton golden carrot stelling in the fish curry can't grind roast yeah so you can't be all you gotta do is chara barra guri no nata kalludi ko ilogan. So guys, നിങ്ങൾ മറ്റേ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫുഡ് സോഴ്സ് ഉണ്ടാക്കിയത്. സോ അത് ഞാൻ ആ ക്ലിപ്പ് മാത്രമാണ് ആ വീഡിയോയിൽ നമുക്ക് കിട്ടിയത്. ബാക്കി എല്ലാം എന്തോ ഗ്ലിച്ച് പോലെ ആയിരുന്നു സംഭവം ഉണ്ടായത്. അത് ഞാൻ ആ വീഡിയോ ഇറക്കാത്തത്. ഇറക്കി നിങ്ങൾക്ക് സോ ബോറിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് ഞാനത് ഇറക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ആയിരിക്കും നമ്മളെ ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റാണ്. ഇനി ഇവിടെ ആയിട്ടാണ് നമ്മൾ അടിയിലേക്ക് പോകുന്ന ഒരു വഴി സെറ്റാണ്. ഇവിടെ ആയിട്ട് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ അടുത്ത വീഡിയോയിലേക്ക് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആർമറൊക്കെ സെറ്റ് ആക്കാനുണ്ട്. അപ്പോൾ ആർമറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇറങ്ങാത്തത് ഗൈസ്. ഓക്കെ, ആർമർ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇറങ്ങി കാണിച്ചു തന്നതിന് അടിയിലേക്ക് ഒരുപാട് സോംബീസും ക്രീപ്പേഴ്സും ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങാത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൈനിങ് കോളനി എന്ന് പറയാം. സോ നമുക്ക് നേരെ ഇനി മേളിലേക്ക് കയറാം. ഇന്നത്തെ ടാസ്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ടാസ്ക് നമ്പർ 3 നമ്മുടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഓക്കെ,
സോ അങ്ങനെ നമുക്കിനി പരിപാടി ഉള്ളത് മേളിലേക്ക് കയറിയിട്ട് വീട്ടിൽ ഓക്കെ നമുക്കിനി ഒരു ഇൻറ്റീരിയർ ഹൗസിൻ്റെ ഇൻറ്റീരിയറും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ ആ പ്ലാൻ എൻ്റെ ഉണ്ട്. വലിയ ഇൻറ്റീരിയർ അല്ല, ചെറിയൊരു സ്റ്റോറേജും അങ്ങനെയൊക്കെ സെറ്റ് ആക്കാനുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിലെല്ലാം നെക്സ്റ്റ് വീഡിയോ മേ ബി ഞാൻ നോക്കിയിട്ട് അടുത്ത വീഡിയോയിലെ ടാസ്കുകൾ നോക്കിയിട്ട് ഞാൻ സെറ്റാക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ കേവിൻ്റെ ലുക്ക്. ഓക്കെ, അവിടെയായിട്ടാണ് നമ്മൾ മൈനിങ് ഔട്ട് പോസ്റ്റ് വെക്കാൻ പോണത്. ഓക്കെ, മൈനിങ് ഔട്ട് പോസ്റ്റ് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനും പിന്നെ സ്റ്റോറേജും അങ്ങനത്തെ ഒക്കെ സെറ്റപ്പും മൈനിങ് സ്റ്റോറേജും അങ്ങനെയൊക്കെ. സോ ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ വീട്ടുള്ളിലേക്ക് ആക്കാനായിട്ടാണ് ഇൻറ്റീരിയർ വർക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഫുഡ് സോഴ്സ് തന്നെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഹേബയിൽ അവിടെ നിന്ന് കിട്ടിയത് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ വച്ചേക്കാം. ലൈക്ക് ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഞാൻ ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു 2-3 കുറച്ചും കൂടി വച്ചേക്കാം. അപ്പം ലുക്ക് ഉണ്ടാവും ഗൈസ്. ഓക്കെ, ഒരു ഫുഡ് സോഴ്സിൻ്റെ ഏരിയ കാണുമ്പോൾ ഒരു തോന്നുന്നുണ്ട്, കാണുമ്പോൾ തന്നെ തോന്നുന്നത് ഫുഡ് സോഴ്സിൻ്റെ ഏരിയ ആണ്. സോ നമുക്ക് ഇവിടെയും കൂടി ഒരെണ്ണം വെച്ചേക്കാം, ഇവിടെ ഒരെണ്ണം വെച്ചേക്കാം. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ അത് മതി. ഓക്കെ, നമുക്ക് ബാക്കിയെല്ലാം സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അയൺ എല്ലാം സ്മെൽറ്റ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ആർമർ ആക്കാം. ആർമർ അല്ലെങ്കിൽ ടൂൾസ് എന്തെങ്കിലും നമുക്ക് സെറ്റാക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് നെതറിലൊക്കെ പോകാനുണ്ട്. ചെറിയ സെറ്റപ്പ് ആയിട്ടുള്ള ഇതുവരെയായിട്ടും നമുക്ക് ഇനി ഉണ്ട് പരിപാടികൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്പീഡപ്പ് ഒക്കെ ആക്കണം. നോക്കാം നമുക്ക് ഗൈസ്. ഓക്കെ, ഹാർഡ് കോർ ആയതുകൊണ്ടാണ് ഞാൻ പതിയെ കളിക്കുന്നത്. ഓക്കെ, ആൻഡ് അപ്പോൾ വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും മരിക്കാത്തു ബൈ ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരാം. ഹാർഡ് കോർ സീരീസിൻ്റെ തന്നെ എപ്പിസോഡ് 3 ആയിട്ട് തന്നെ വന്നേക്കാം. അപ്പോൾ ബൈ ഗൈസ്. ഓക്കെ.